പലരും മരിച്ച് മണിക്കൂറുകൾ ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് ഓർമ്മ മങ്ങലേൽക്കാറുണ്ട്, നന്നേ മറന്നു പോകാറുണ്ട്. മസൂദ് സഖാഫി വഫാത്തായി അനേകായിരങ്ങൾ പതിനായിരങ്ങളുടെ നാക്കുകളിൽ നിന്ന് മസൂദ് സഖാഫിയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓരോ വിധത്തിലും പുതുതായി കേൾക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിനയവും ആത്മാർത്ഥതയും ടൈം മാനേജ്മെൻറ്റും വിഷയാവതരണ ശൈലിയും വിഷയത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയും അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അനേകായിരം പ്രഭാഷകരുള്ള നാടാണ് കേരളം. ആ പ്രഭാഷകരുടെയൊക്കെയും പ്രഭാഷണങ്ങൾ പലപ്പോഴും വലിച്ചു നീട്ടി വീണ്ടും നീട്ടി ഒന്നുമില്ലാതാവാറാണ് പതിവുള്ളത്. മസൂദ് സഖാഫി ആവശ്യമുള്ളതേ പറയൂ, പറയുന്നതൊക്കെയും അത്യാവശ്യമായിരിക്കും. ഒന്നുപോലും വേസ്റ്റ് കാണാൻ കഴിയില്ല. മിനിയാന്ന് മഹാനുള്ള നാട്ടിലായിരുന്നു. ചെറപ്പാലത്താണ് ഇവിടെ വരുന്നതിന് മുമ്പ് 14 കൊല്ലത്തോളം ദർസ നടത്തിയത്. അവിടുത്തെ ഉറൂസിന് അനുസ്മരണ സമ്മേളനത്തിന് എത്രയാണ് ആള്. ആ ചെറപ്പാലം മഹല്ലത്തിൻ്റെ സാരഥികൾ ഈ മഹല്ലത്താക്കിയത് മസൂദ് സഖാഫി അവിടെ വന്ന് ദിനീ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയവരാണ്. അത് കഴിഞ്ഞ് മസൂദ് സഖാഫിയുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെയുള്ള അതിമനോഹരമായ പള്ളി മസൂദ് സഖാഫിൻ്റെ കൗറോഫിലാണ്. കണ്ണൂരിലുള്ള അദ്ദേഹത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നൊരു ഹാജി അദ്ദേഹം പറയുന്നിടത്തൊരു പള്ളി ഉണ്ടാക്കാൻ അതിമനോഹരമായ സൗകര്യപ്രദമായ പള്ളി ആ ഹാജി മസൂദ് സഖാഫിയിലുള്ള ഇഷ്ടം കൊണ്ട് മാത്രം നിർമ്മിച്ചതാണ്. ഏഴ് തവണയാണ് അവിടെ മയ്യത്ത് നിസ്കാരം നടന്നത്. വീട്ടിൽ ചെല്ലുമ്പോൾ ആ 2 or 3 വയസ്സായ കുഞ്ഞും 5 or 6 വയസ്സായ ഏക മകളും 10 or 11 വയസ്സായ മൂത്ത മകനും കാണുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീരെത്താത്തവർ എത്ര പേരുണ്ടായിരിക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ, ഇതൊക്കെ നമുക്ക് പാഠമാവണം. തലേ ദിവസം ദേവറശോലം നിന്ന് വാഴ് കടിഞ്ഞ് സുബഹിന് മുമ്പ് എത്തിയതാണ്. ഒരസ്വസ്ഥയും പ്രയാസവും അവിടെ നിന്ന് കണ്ടിട്ടില്ല. അന്ന് കാസർഗോഡ് വാഴ് ഏറ്റതാണ്. അൽ മുഹ്സിനു ഹയ്യുൻ വലൗ കാന ഫീ ദാരിൽ അംവാത്ത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇഹ്സാനാത്തുകൾ നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യർ ഹയ്യും വലൗ കാന ഫീ ദാരിൽ അംവാത്ത്, അവർ
ഈ ലോകത്തോട് മരിച്ച് മണ്ണിൽ കിടക്കുന്ന ആയിരങ്ങളിൽ ഒരുവനായി മണ്ണിൽ കിടക്കുമ്പോഴും അവർ എന്നും സുഖലോലുപരായി ഓടിച്ചാടി നടക്കും. അഥവാ അവരുടെ മനസ്സുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ ചിന്തകൾ, അവരുടെ ചെയ്തികളിൽ എല്ലാം ഓർത്തുകൊണ്ടേയിരിക്കും. ഇത് മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. അൽ മുസിയു മയ്യിത്തുൻ വലൗ കാന ഫീ ദാരിൽ ലഹിയ. ജീവിച്ചിരിക്കുന്നവരുടെ ഗണത്തിൽ അതീവ ചിന്താശൈലിയും കൂർമ്മതയും ഭാരമായ ബുദ്ധിയും എല്ലാം ഒത്തിണങ്ങിയാലും പക്ഷെ ജനങ്ങളെ വിഷമിക്കുന്ന പ്രയാസങ്ങൾ, ചെയ്തികൾ, ചിന്തകളുണ്ടെങ്കിൽ അവർ ജനമനസ്സുകൾ മരിച്ചിരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവർ, മസൂദ് സഖാഫി ആരെങ്കിലും ധരിച്ചിരുന്നോ? കഴിഞ്ഞ വ്യാഴാഴ്ച ധരിച്ചിരുന്നോ? കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടുത്തെ കമ്മിറ്റി യോഗം ചേർന്ന് കഴിഞ്ഞ ശനിയാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഇതാ ഞായറാഴ്ച സുബഹി അവസാനത്തെ സുബഹിയാണെന്ന്. ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും അവസ്ഥകൾ ആർക്കറിഞ്ഞു? അൻതും ആബാഉ അംവാത് വഅബ്നാഉ അംവാത് വഅമ്മാ ഖലീലിൻ അൻതും അംവാത്. ഇരിക്കുന്നവരൊക്കെ ഈ വർഷം എനിക്കുണ്ടായ മരണം, എൻ്റെ സ്വന്തം മകൻ സയ്യിദ് അഹ്മദ് തഖിയുദ്ദീൻ ബുഖാരി ഈ വർഷം 33 മരണപ്പെട്ടത്. എനിക്ക് രാവും പകലും കൂടെ നിന്നിരുന്ന പ്രിയപ്പെട്ട കുഞ്ഞാപ്പു ഹാജി, പ്രിയപ്പെട്ട തലക്കെടുത്തൂർ ബാവ ഹാജി, പ്രിയപ്പെട്ട ഉണ്ണിപ്പോക്കർ സാർ, പ്രിയപ്പെട്ട അഗത്തി ഉസ്താദ്, പ്രിയപ്പെട്ട അബ്ബാസ്, എന്നിങ്ങനെ എത്ര ആള്. മസൂദ് സഖാഫി, എത്ര ആളുകൾ. മസൂദ് സഖാഫി ആരായിരുന്നു എന്ന് സോഷ്യൽ മീഡിയ നേരത്തെ ഉണർത്തിയില്ലേ? അദ്ദേഹത്തിൻ്റെ ഓരോ പ്രഭാഷണങ്ങളുടെയും വാല്യൂ. എത്ര ഉമ്മമാരാണ് അദ്ദേഹത്തെ പ്രിയം വെക്കുന്നത്, എത്ര ഉമ്മമാരാണ് അദ്ദേഹത്തിന് വേണ്ടി മനസ്സൊരുക്കി ദുആ ചെയ്യുന്നത്. ഇവിടെയും എത്ര സഹോദരിമാരാ നിറഞ്ഞിരിക്കുന്നു എന്ന് 2 LCD വെച്ചിട്ട്. കാരണം ഒക്കെ എന്തുകൊണ്ട്? അവരൊക്കെ ഫാത്തിഹോദി ദ്വാരക്കുകയാണ്. ഇതാണ് ഞാനും നിങ്ങളും ഹയാത്ത് കാലത്ത് വല്ലതും ചെയ്തു വെച്ചാൽ കുറേ വേദികൾ കിട്ടുന്ന സമയങ്ങളൊക്കെ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, അല്ലെങ്കിൽ വേറെ കുറെ ഭൗതിക വിഷയങ്ങളിലല്ല. ഖുർആൻ പ്രഭാഷണം, ഓരോ പ്രഭാഷണത്തിലും എത്ര ആയത്ത് ഓതിയിട്ടുണ്ടാകും, എത്ര ഹദീസ് ഓതിയിട്ടുണ്ടാകും, എത്ര സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടാകും. ഒരു ദിവസം 2-2.5 മണിക്കൂറും വാഴ് പറയുമ്പോൾ എത്ര ആയത്തതിൽ ഓതിയിട്ടുണ്ടാകും, എത്ര ഹദീസ് ഓതിയിട്ടുണ്ടാകും, എത്ര തർളിയത്ത് ചൊല്ലിയിട്ടുണ്ടാകും. ആ ഓരോ സദസ്സിലും അത് കേട്ട് ഉൾക്കൊണ്ട് ജീവിക്കുന്ന എത്ര ആളുകൾ ഉണ്ടാകും. വാഴിലൊക്കെ കേൾക്കുന്ന ഈ വാഴിൻ്റെ ഒക്കെ ഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ആയതുകൊണ്ട് ഞാൻ മസൂദ് സഖാഫിയോടും ഈ പ്രദേശത്തോടും അതുപോലെ തന്നെ ഈ സംരംഭത്തോടൊക്കെ താല്പര്യം കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട സൈനുൽ ആബിദീൻ മുസ്ലിയാരുടെയും, നിങ്ങൾ സഖാഫിയല്ലേ, അഹ്സനി, സൈനുൽ ആബിദീൻ അഹ്സനി ഉസ്താദ് അവരുടെ ചേട്ട സഹോദരനാണ്. അത്ര അവർ അഞ്ചൻ ഇർഫാനിയാണ്. ആ വാപ്പായുടെ മക്കൾ എല്ലാവരും പണ്ഡിതന്മാരാണല്ലോ അല്ലേ? എത്ര മക്കളാണ്? 3 മക്കളും ആലിമീങ്ങളാണ് എന്നത് അർഹമുർ-റഹീമായ അല്ലാഹ് ഇനി അവർ 2 പേരും അതേ സ്ഥാനത്തേക്ക്, ഇർഫാനെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സൈനുൽ ആബിദീൻ അഹ്സനിയും അതുപോലെ തന്നെ ഈ മസൂദ് സഖാഫിയുടെ 3 മക്കളെയും 2 ആൺമക്കളെ പേരെന്തൊക്കെയാണ്? അബ്ദുള്ള ഉവൈസ്, അബ്ദുള്ള ലബീബ്, ഫാത്തിമ, ദിശ. അള്ളാഹ് അവരൊക്കെ ഉന്നത സ്ഥാനത്തിൽ എത്തിക്കണേ. അള്ളാഹ് ഉന്നത സ്ഥാനത്തിൽ എത്തിക്കണേ.